കപ്പ ബിരിയാണി റെഡിയാക്കുക. നാടൻ കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിക്കുള്ള കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ബീഫ് നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട് വേവിക്കാൻ. ബീഫ് ഇത് കുക്കറിലിട്ടിട്ടുണ്ട്. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ബിരിയാണി. ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ബിരിയാണി. ഇത് ടൊമാറ്റോ ഇതിനകത്ത് കട്ട് ചെയ്യാനാണോ? ടൊമാറ്റോ ഈ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി. ഇതാ കുക്കറിനകത്ത് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ പൊളിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ചെറിയ ഉള്ളി നന്നായിട്ട് ചേർക്കുന്ന ടേസ്റ്റിന് വേണ്ടിയാണ്. ഇതാ ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് കാണിക്കാം. ഇതാ കപ്പ ഞുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ ബിരിയാണിക്ക് ഇതേ കപ്പ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ബിരിയാണി. കപ്പ കുത്തി ഞുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഇതിന് നോക്കുക, അതിന് താളമുണ്ട്. ഇതാ അത് നല്ല ഇതുണ്ടോ, നല്ല ക്ലീൻ ചെയ്ത് ആണ് കുത്തുന്നത്. ഉണ്ടോ, ക്ലീൻ ചെയ്ത് കൊത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ബിരിയാണി. കപ്പയും എല്ലും, കപ്പയും ബീഫും, കപ്പയും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നുറുക്കുന്നു. ഓക്കെ, വ്യത്യാസം വരുത്തി കപ്പ സെപ്പറേറ്റ് ആയിട്ട് ബീഫ് വേറെ ഉണ്ടാക്കുന്നു. അതാകുമ്പോൾ എപ്പോൾ വേണേലും നമുക്ക് ഈസിയായി മിക്സ് ചെയ്യാം. ഇത് അതിനുവേണ്ടി ഇത് ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയുള്ള ജിഞ്ചർ, ഗാർലിക്, ഉള്ളി അത് എടുത്തു വച്ചിരിക്കുന്നു. കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ തിളച്ച് ഇനി വെള്ളം ഊറ്റിയാൽ മതി. ബീഫ് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ബീഫ് റോസ്റ്റ് നമ്മൾ കുക്കറിനകത്ത് എത്ര വിസിലടിച്ചായിരുന്നു? ഇപ്പോൾ കുക്കറിനകത്ത് എത്ര വിസിലടിച്ചായിരുന്നു? 5 വിസിലടിച്ച ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ എയർ കുത്തിവിടണ്ടേ? അതേ ഓപ്പൺ ചെയ്ത് ഈ ബാക്കിയുള്ളത് നമ്മൾ ഇതിൽ റോസ്റ്റ് ആക്കും. ഉള്ളിയിൽ ബാക്കിയുള്ളത് ഈ ഉള്ളിയിൽ റോസ്റ്റ് ആക്കും. അതിനുവേണ്ടി പാത്രം വെച്ചിരിക്കുകയാണ്. ഇതാണ് ബീഫ് കുക്കറി വെച്ചത്. എടുത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് റോസ്റ്റ് ചെയ്യും. കറിയുടെ ബീഫ് കറിക്ക് വേണ്ടിയുള്ള ബീഫ് നാടൻ വെളിച്ചെണ്ണ. നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. റോസ്റ്റ് ചെയ്യാനല്ലേ? റോസ്റ്റ് ചെയ്യാൻ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് വരുന്നു. ഇനി അടുത്ത തിളക്കിടല്ലേ? അല്ല, ഇതിനകത്ത് മസാല ഇടുന്നു. മറ്റു മസാലകളുടെ ഹോൾ മസാല. ബീഫ് റോസ്റ്റിന് വേണ്ടി എണ്ണ തിളഞ്ഞ ശേഷം പട്ട, കരയാമ്പൂ, പിന്നെ ഏലക്ക, കരയാമ്പൂ, ഏലക്ക ഇതിട്ടു. ഓക്കെ, ഇനി ഉള്ളി ഇടുവാണ്. ചാറ് വേണ്ടി വരും കേട്ടോ. ഓക്കെ, ചാറ് ഗ്രേവിയാണ്. കപ്പയ്ക്ക് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ചാറ് വേണം. ചാറില്ലാണ്ട് പറ്റില്ല. ഉള്ളി കൂടെ എടുക്കണ്ടേ? അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുവാണ്. കപ്പയ്ക്ക് വേണ്ടേ? വെളുത്തുള്ളി, ഇഞ്ചി ഇറച്ചിട്ട് അടുത്ത കറിവേപ്പില ഇട്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ഈ സോസിനുള്ള ഇത് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ കളർ എന്നാകണം ബീഫ് ഇട്ടുണ്ടെങ്കിൽ ഇത് ബ്രൗൺ ആവണം. ബീഫ് ഇടും. ബ്രൗൺ ആകുമ്പോൾ ബീഫ് ഇടും. ടൊമാറ്റോ ആഡ് ചെയ്യുന്നു.
ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള അവസാനം ടൊമാറ്റോ ആഡ് ചെയ്തിരിക്കുന്നു. മീറ്റ് മസാല ആഡ് ചെയ്യുന്നു. ഇച്ചിരി മീറ്റ് മസാല പൊടിക്ക് ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അല്ലേ? മഞ്ഞൾപ്പൊടി ഇട്ടോ. ഓക്കെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ് ഇപ്പോൾ ചേർക്കുന്നത്? ആയോ? റെഡിയായോ? ബീഫ് ചേർക്കാൻ റെഡിയായോ? ഇനി ബീഫ് ആഡ് ചെയ്യാൻ പോവാണ്. പ്രിപ്പയർ കുക്കറിനകത്ത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ടു. കപ്പ ബിരിയാണിയുടെ 80% തീർന്നിരിക്കുകയാണ്. ഇതാ ബീഫ് റോസ്റ്റ് റെഡിയാവുന്നു. ബീഫ് റോസ്റ്റ് നല്ല കളറുണ്ട്, നല്ല മണം. ആഹാ, നല്ല കാണാൻ നല്ല രുചി തോന്നുന്നു, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പപ്പ ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് അതിൻ്റെ കളർ കണ്ടോ? ഈ കപ്പയ്ക്ക് ഉള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് കണ്ട ബീഫിൻ്റെ ആ ഉള്ളി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. നല്ല സ്മെല്ല്. ആഹാ, ഈ സ്വാദിഷ്ടമായ ഈ ക്രിസ്മസ് അടിച്ചു ചേർക്കുക. അതെ, കപ്പയ്ക്കുള്ള എന്നൊക്കെ പറ. വെളുത്തുള്ളി ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു. പിന്നെ ചെറുള്ളി. ഇതാ കപ്പയ്ക്കായിട്ടുള്ള ബീഫിൽ ചെറുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നു. ചെറുള്ളി ഇട്ട് കപ്പയ്ക്കകത്തുള്ള പച്ചമുളക് ആഡ് ചെയ്ത്. പച്ചമുളക് ഇടുക അല്ലേ? 4 പച്ചമുളക് 2-3 കീറിയിടാം. ഓക്കെ. കറിവേപ്പില ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഉണ്ടോ? കറിവേപ്പില ആഡ് ചെയ്ത് ഇട്ട് ഇളക്കുന്നു. ഇനി കപ്പ എപ്പോഴാണ് മിക്സ് ആക്കുന്നു, ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കപ്പയിലേക്ക് തേങ്ങ ആഡ് ചെയ്യുന്നതാണ്. അതെന്ന് ചിലർ ഉണ്ടോ തേങ്ങ ആഡ് ചെയ്ത്. ഇതാണ് തേങ്ങ ആഡ് ചെയ്ത്. ഇത് മൊത്തം ഇടുന്നുണ്ടോ? അപ്പോൾ ഇനി ബീഫിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ചേർക്കുവാണ് ടേസ്റ്റിന് വേണ്ടി. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് തേങ്ങ വറുത്ത് അരച്ച് ചേർക്കുന്നു. സ്പെഷ്യൽ ക്രിസ്മസ് ബീഫ് റോസ്റ്റ് ബൈ തൃശൂർ ഷെഫ് സീമാൻ വിൽസൺ. ഇത് അതിമനോഹരമായ മാന്ത്രിക കൈകൾ കൊണ്ട് അദ്ദേഹം ഇത് തന്റെ കഴിവുകൾ ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കും. കപ്പയും ബീഫ് റോസ്റ്റും. ഇതാ വരുവിൻ ഭക്ഷിപ്പിൻ. ഇതാ സ്വാദിഷ്ടമായ ഡെലീഷ്യസ് ടൊപ്പിയാക്കോ ബീഫ് കറി. തൃശൂർ സ്റ്റൈൽ കപ്പ. തൃശൂർ അച്ചായനാണ് ഇത് കുക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ കപ്പയിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. അതിന്റെ കൂട്ടുകളാണ്, രഹസ്യ കൂട്ടാണ് ഇത് അല്ലേ? ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ കപ്പ റെഡിയാക്കും. നമ്മൾ കോട്ടയംകാർ ഇത് ചേർക്കത്തില്ല, പക്ഷെ തൃശ്ശൂരുകാർ കുരുമുളകും കൂടെ ആഡ് ചെയ്യും. അതാണ് തൃശ്ശൂർ സ്പെഷ്യൽ. ഇതാ ദേശം നമ്മുടെ കപ്പ് മിക്സ് ചെയ്യുന്ന ഫൈനൽ ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറം അങ്ങനെ എങ്ങനെ പിടി. ഞാൻ കപ്പ മിക്സ് ചെയ്യുന്നതാണ്. ഉണ്ടോ? കപ്പ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഫൈനൽ ടച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കപ്പ
ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുവാണ്. ഇതാണ് തൃശ്ശൂർ സ്റ്റൈൽ. തൃശ്ശൂർ അച്ഛനാണ് ഉണ്ടാക്കുന്നത്. കോട്ടയംകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതാ തൊട്ടപ്പുറത്തുണ്ടാക്കുന്നത് ഇതാണ്. തേങ്ങ വറുത്ത് എടുക്കുവാണ്. അത് അരച്ച് ബീഫിനകത്ത് ചേർക്കണം. ദേ കപ്പ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ സ്റ്റൈൽ കപ്പ ബിരിയാണി ബീഫ് റോസ്റ്റ് ഇതാ റെഡിയാക്കുന്നു. കണ്ടോ, അതിൻ്റെ കളർ ഇപ്പോൾ മാറുന്നതായിരിക്കും. കണ്ടോ, ശരിക്കും മസാല അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ അല്ലേ, ഇതെല്ലാം അങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ അങ്ങ് മാറും. ഇപ്പോൾ തന്നെ കാണാം, നിങ്ങൾക്ക് കാണാം, ലൈറ്റ് യെല്ലോ ആയിപ്പം ഇത് ഡാർക്ക് യെല്ലോ ആവും. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടാകുന്ന ഒന്നല്ലേ യെല്ലോ കളർ വരുന്നത്. ഓക്കെ, തൃശ്ശൂർ സ്റ്റൈൽ കപ്പ റെഡിയായിരിക്കുകയാണ്. ഷെഫ് എന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി. ഇത് ബീഫ് കറിയുടെയോ റോസ്റ്റിന്റെയോ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നമ്മൾ ഇത് കപ്പ ബിരിയാണി അങ്ങനെ മിക്സ് ആക്കുന്നില്ല, കാരണം പലർക്കും മിക്സ് ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ല. ഇതിപ്പോ കപ്പ സെപ്പറേറ്റ്, ബീഫ് കറി ആവശ്യമുള്ളവർക്ക് ബീഫ് റോസ്റ്റേഴ്സിന്റെ കൂടെ എടുക്കാം. യുവർ ചോയ്സ്. അതെ, അങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം മിക്സ് ചെയ്യുന്നില്ല, ആവശ്യാനുസരണം അല്ലേ, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കിടക്കും. ഇതാണ് തൃശ്ശൂർ കപ്പ ബിരിയാണി ഷെഫിന്റെ ഫൈനൽ ആയിട്ടുള്ളത്. ഇത് ക്ലോസ് വ്യൂ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഷെഫ് ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കേ. കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. ബീഫ് നമ്മൾ തേങ്ങയെല്ലാം വറുത്തരച്ച് ബീഫ് നല്ലൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഓക്കെ, അപ്പം അത് കാണിക്കാം. ഇതാണ് കറി. ഇനി തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഫൈനൽ കാണിക്കാം. അപ്പം താങ്ക് യു ഷെഫ്. അപ്പം നിങ്ങൾ വരുവാണ് ഇവിടെ കോട്ടയത്ത് വരുവാണെങ്കിൽ എല്ലാവർക്കും തരാവുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ.